കരകുളം പഞ്ചായത്തിലെ മരദൂർ വാർഡിൽ LDF തുറന്ന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് നിൽക്കുന്നത്. അകത്തേക്കൊന്ന് കയറുകയാണ്. ചെറിയൊരു കാര്യമുണ്ട്. ഇലക്ഷൻ തിരക്കിലായിരിക്കും അല്ലേ? ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതെ. ആര് ജയിക്കും ഈ വാർഡിൽ? മരുദൂർ വിജയൻ ഉറപ്പായിട്ടും ജയിക്കും. മരുദൂർ വിജയൻ ഉറപ്പായിട്ടും ജയിക്കും. ഇത്ര ഉറപ്പാണോ മരുദൂർ വിജയൻ ജയിക്കുമെന്ന്? 100% മരുദൂർ വിജയൻ. സഖാവ് മരുദൂർ വിജയൻ ജയിക്കും. 100% സഖാവ് വിജയൻ ജയിക്കും. മരുദൂർ വിജയൻ എത്ര വോട്ടിന് ജയിക്കും? ഏകദേശം ഒരു 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സഖാവ് മരുദൂർ വിജയൻ ജയിക്കും. LDF പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു മരദൂർ വിജയൻ വിജയിക്കുമെന്ന്. എത്ര വോട്ട് ഭൂരിപക്ഷമുണ്ടെന്ന് വരെ പ്രവചിക്കുന്നുണ്ട്. ഇതേ വാർഡിലെ UDF പ്രവർത്തകർ ഫീൽഡിൽ വോട്ട് ചോദിച്ച് നടക്കുകയാണ്. അവരോട് ചോദിക്കണമല്ലോ ആര് വിജയിക്കുമെന്ന്. ഇവിടെ മരുദൂർ വിജയൻ ജയിക്കും. ആയിരിക്കും? മരുദൂർ വിജയൻ വിജയിക്കും. മരുദൂർ വിജയൻ ജയിക്കും. ഉറപ്പാണ്. 100% അതിലെന്തൊരു സംശയം. ആയിരിക്കും? വിജയൻ മരുദൂർ വിജയൻ ജയിക്കും. മരുദൂർ വിജയൻ തന്നെ ജയിക്കും. 100% സത്യം. തീർച്ചയായും മരുദൂർ വിജയൻ തന്നെ ജയിക്കും. മരുദൂർ വിജയൻ ഉറപ്പാ. UDFകാരും LDFകാരും ഒന്നടങ്കം പറയുന്നു മരദൂർ വിജയൻ വിജയിക്കുമെന്ന്. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിലില്ലല്ലോ. UDFകാർ അവരുടെ സ്ഥാനാർത്ഥിയും LDFകാർ അവരുടെ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നല്ലേ പറയേണ്ടത്? ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്, രസകരമായ ഒരു ട്വിസ്റ്റ്. സംഭവം ഇത്രയേ ഉള്ളൂന്നേ. ഇതാണ് UDFകാർ പറഞ്ഞ മരദൂർ വിജയൻ. കരകുളം ഗ്രാമപഞ്ചായത്തിലെ മരദൂർ വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി. LDFകാർ പറഞ്ഞ മരദൂർ വിജയൻ ഇദ്ദേഹമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന മരദൂർ വാർഡിൽ തന്നെ മത്സരിക്കുന്ന LDFൻ്റെ സ്ഥാനാർത്ഥി. ഇതെങ്ങനെ പറ്റി രണ്ടുപേർക്കും ഒറ്റ പേര്? നേരത്തെ എനിക്കുള്ളത് മരുദൂർ വിജയൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 2005 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം മരുദൂർ വിജയനായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി കൂടെ മരുദൂർ വിജയനാക്കി. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കുമല്ലോ, നാട്ടുകാരായിരിക്കുമല്ലോ? നാട്ടുകാർ തന്നെ. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു നമുക്ക് രണ്ടും ഒരാൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരുടെ ഇനിഷ്യൽ വെച്ചിട്ട് ബാലറ്റ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ S വിജയൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റേത് എതിർ സ്ഥാനാർത്ഥിയുടേത് T വിജയൻ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. UDFൻ്റെ സ്ഥാനാർത്ഥി പെട്ടെന്നൊരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സയിലാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമില്ലാത്തത്. ഇപ്പം നമ്മളോട് സംസാരിച്ച LDF സ്ഥാനാർത്ഥി മരദൂർ വിജയൻ്റെ ഫ്ലെക്സ് ബോർഡിന് സമീപത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, തിരുവനന്തപുരം.